പ്രിയപ്പെട്ടവരെ, തിരികെ നമ്മുടെ ഹലോ മലയാളത്തിലേക്ക് എത്തുമ്പോൾ ഇനി പോകുന്നു പ്രസ് സ്റ്റോപ്പിലേക്ക്. ഇപ്പോൾ നമ്മുടെ ശ്രീജിത്ത് ബാലകൃഷ്ണൻ റെഡിയാണ് വാർത്തകളെ ഇഴകീറി പരിശോധിക്കാൻ വേണ്ടി. ശ്രീജിത്ത് ബാലകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. രാവിലെ നല്ല സന്തോഷത്തിലാണ്. എന്താ കാര്യം? തീർച്ചയായും ഇങ്ങനെ കോടതി വാർത്തകളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. കോടതി ഇന്നലെ മുഴുവൻ കോടതിയായിരുന്നല്ലോ. അതെ, സുപ്രീം കോടതി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ദിവസമായിരുന്നു. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തീർച്ചയായും അങ്ങനെ തന്നെ തുടങ്ങാം. എല്ലാ അർത്ഥത്തിലും സുപ്രീം കോടതിയുടെ ദിവസമായിരുന്നു അല്ലേ. പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി നിയമത്തിലെ വ്യവസ്ഥകൾക്കെതിരെ സുപ്രീം കോടതി ഇന്നലെ ചോദിച്ച ചോദ്യങ്ങൾ അതീവ നിർണായകമായ കാര്യങ്ങളാണ്. വഖഫ് സ്വത്തുക്കളിൽ മാറ്റം അരുത്, വഖഫ് ആണോ അല്ലയോ എന്ന് കോടതി തീരുമാനിച്ചാൽ പോരെ, എന്തിനാണ് കളക്ടർ തീരുമാനിക്കുന്നത്, ഹിന്ദു എൻഡോമെന്റ് ബോർഡുകളുടെ ഭാഗമാകാൻ മുസ്ലിങ്ങളെ അനുവദിക്കുമോ എന്നടക്കം ഒരു പിടി ചോദ്യങ്ങളാണ് കോടതി ഇന്നലെ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത് കോടതിയിൽ എങ്ങനെയാണ് വന്നത്, അത് പത്രങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്ത് നോക്കാം. ആദ്യം മനോരമയിൽ തന്നെ നോക്കാം. കാരണം മനോരമയാണ് കോടതി കുറച്ചും കൂടി മനോഹരമായി കൈകാര്യം ചെയ്യുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ചോദ്യങ്ങളാണ് ഏറ്റവും പ്രധാനം. സുപ്രീം കോടതി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോദ്യങ്ങളായിരുന്ന കോടതിയുടെ അസ്ത്രങ്ങൾ. അത് സർക്കാരിനെതിരെ, പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിനെതിരെ. അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ തുടങ്ങിയ പോലെ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു ഭേദഗതി നിയമത്തെക്കുറിച്ചാണ് കാര്യങ്ങൾ. അത് വളരെ പ്രസക്തമാണ്. ഇന്ന് അതിൻ്റെ ഇടക്കാല ഉത്തരവ് വരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾ ഒന്ന് എല്ലാവരും ഓർക്കുന്നതല്ലാണ്, പത്രങ്ങൾ വന്ന് ഓർക്കുന്നതല്ലാണ്. ഞാൻ ഒന്ന് വായിച്ചു പോകാം. ബോർഡിലും കൗൺസിലിലും ഇതര മതസ്ഥരെ, അതായത് അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതിൽ കോടതി അതിശക്തമായ വിയോജിപ്പ്. അതായത് മുസ്ലിങ്ങളെ ഹിന്ദുമത ട്രസ്റ്റുകളിൽ അംഗമാക്കുമോ എന്നാണ് കോടതിയുടെ ചോദ്യം. അതായത് ഈ വഖഫുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വിവാദമുണ്ടായത് അമുസ്ലിങ്ങളെ ഈ വഖഫുമായി ബന്ധപ്പെട്ട ബോർഡുകളിൽ അംഗമാക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഹിന്ദുമത ട്രസ്റ്റുകളിൽ അവരെ ഉൾപ്പെടുത്തുമോ എന്നുള്ള ചോദ്യം മനോരമ 2 വലിയ പോയിൻ്റായി കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, കോടതി വിധി അസാധുവാക്കാൻ പാർലമെൻറ്റിന് കഴിയില്ല. അതൊരു വലിയ നിർണായകമായ ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ്, കോടതിയുടെ ഉത്തരവാണ് ആ രൂപത്തിൽ. അതുമാത്രമല്ല, 9-ാം പേജിൽ വളരെ വിശദമായി 9-ാം പേജിലേക്ക് പോയാൽ ഞാൻ പോയിന്റ് ഇട്ടിട്ട് ഞാൻ രാവിലെ വായിച്ചു കഴിയാത്ത അത്രയും എണ്ണം പോയിന്റുകളാണ് ഇന്നലെ കോടതി പറഞ്ഞത്. വളരെ വിശദമായി 9-ാം പേജിൽ മനോരമ അത് നൽകിയിട്ടുണ്ട്. എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 9-ാം പേജിൻ്റെ മുഴുവൻ നമ്പറിട്ടാൽ തീരാത്തത്രയും പ്രധാന വാദങ്ങൾ ഇങ്ങനെ, ഓരോ അഭിഭാഷകരുടെയും വാദങ്ങൾ. സുപ്രീം കോടതിയിൽ കപിൽ സിബലും ചീഫ് ജസ്റ്റിസും തമ്മിലുള്ള സംഭാഷണം, കപിൽ സിബലിൻ്റെ ചോദ്യങ്ങൾ, സിബലിൻ്റെ ഉത്തരങ്ങൾ, കേന്ദ്ര സർക്കാരിൻ്റെ ചോദ്യങ്ങൾ, കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരങ്ങൾ, മനു അഭിഷേക് സിംഗ് അഭിഭാഷകൻ, അങ്ങനെ വിവിധ അഭിഭാഷകർ സർക്കാരിന് വേണ്ടിയും ഹർജിക്കാർക്ക് വേണ്ടിയും നടത്തിയ വാദങ്ങളെ മനോരമ 9-ാം പേജിൽ വളരെ വിശദമായി നൽകിയിട്ടുണ്ട്. നേരെ മറിച്ച് മാധ്യമം അത് 1-ാം പേജിൽ തന്നെ അത്തരം കാര്യങ്ങൾ, അതായത് 9-ാം പേജിലേക്ക് പോയി വായിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. 1-ാം പേജിൽ തന്നെ അത്തരം ചോദ്യങ്ങൾ മാധ്യമം നൽകി. ഭൂതകാലം തിരുത്തി എഴുതാനാവില്ല എന്ന്. അത് വലിയൊരു പ്രസ്താവനയാണ്. അതായത് ഈ കാലം വരെ ഈ രാജ്യത്തുണ്ടായിരുന്ന വസ്തുവകകളെ എങ്ങനെ മാറ്റി എഴുതാമെന്ന് നിയമം കൊണ്ട് മാറ്റി എഴുതാൻ കഴിയില്ല എന്ന കാര്യം വളരെ വിശദമായി കോടതി പറഞ്ഞത്. ഭൂതകാലം തിരുത്തി എഴുതാനാകില്ല, വാദം ഇന്നും തുടരും, ഇടക്കാല ഉത്തരവ് വരും എന്നടക്കം. അത് പിന്നെ 3 നിർദ്ദേശങ്ങൾ. ആ 3 നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ മനോരമയും മാതൃഭൂമിയും ഒന്നും 1-ാം പേജിലേക്ക് നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആ നിർദ്ദേശങ്ങൾ മാധ്യമം നൽകിയിട്ടുണ്ട് 1-ാം പേജിൽ. മറ്റു ചോദ്യങ്ങൾ മാധ്യമം 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. മാതൃഭൂമി കുറച്ചും കൂടി പോയിന്റുകളായിട്ടാണ് ഈ കേസ് തീർപ്പാകും വരെ കോടതി പറഞ്ഞ കാര്യങ്ങൾ, പിന്നെ കോടതിയുടെ ചോദ്യങ്ങൾ. ഏറ്റവും പ്രധാനമായി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിന്ദു ട്രസ്റ്റുകളിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടുത്താമെന്നുള്ള ചോദ്യം. ഒരുപക്ഷെ ഇന്ന് ഇടക്കാല വിധി വരുന്നത് പോലും ഈ ചോദ്യത്തെ ആശ്രയിച്ചായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദേശാഭിമാനിയും മറ്റ് കേരളകൗമുദിയൊക്കെ, കേരളകൗമുദി കുറച്ചും കൂടി ഷാർപ്പാക്കിയിട്ടുണ്ട്. വഖഫിൽ ഉടക്ക് എന്നാണ് കേരളകൗമുദിയുടെ ഹെഡിങ്. നിയമ ഭേദഗതി സുപ്രീം കോടതി സ്റ്റേ ചെയ്തേക്കും എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായി അതിലേക്കായിരിക്കും ഇന്ന് കാര്യങ്ങൾ പോവുക. അങ്ങനെയാണ്. അതാണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് വഖഫുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി എല്ലാ പത്രങ്ങളും 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമുക്കറിയാവുന്നത് ഈ വഖഫിൽ ചർച്ച ചെയ്തൊരു വിഷയമാണ് മുനമ്പം. ആ മുനമ്പവുമായി ബന്ധപ്പെട്ട് ഞാൻ ഏറ്റവും അവസാനത്തേക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ ബാക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും വഖഫുമായി ബന്ധപ്പെട്ട് പത്രങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്നലെ സുപ്രീം കോടതി ഒരു ദിവസമായിരുന്നു. സുപ്രീം കോടതി മറ്റൊരു കാര്യം കൂടി ഇന്നലെ വേറൊരു വിധിയിൽ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ഉറുദു, അത് മാതൃഭൂമി 1-ാം പേജിൽ സിംഗിൾ ലൈനായിട്ട് നൽകിയിട്ടുണ്ട്. മറ്റ് പത്രങ്ങളൊന്നും 1-ാം പേജിൽ അതുകൂടി നൽകിയിരുന്നെങ്കിൽ ഇന്നലത്തെ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ, ചോദ്യങ്ങളൊക്കെ വളരെ മനോഹരമായെന്ന് വിചാരിക്കുന്നു. ഇത് മാതൃഭൂമി പക്ഷേ 1-ാം പേജിൽ സമഗ്രമായി നൽകിയിട്ടുണ്ട്. ഉറുദു ഇന്ത്യയിൽ ജനിച്ച ഭാഷയെ മതവുമായി കൂട്ടിക്കെട്ടേണ്ട, അത് വലിയ പ്രസക്തമായൊരു ഉത്തരവാണ് കോടതിയുടെ. അതായത് ഈ തമിഴും മലയാളവും അടക്കമുള്ള ഭാഷകൾ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഭാഷയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ കേന്ദ്ര സർക്കാരുമായി നടത്തുമ്പോൾ
ഇത് വലിയ പ്രസക്തമാണ്. ഉറുദു ഇന്ത്യയിൽ ജനിച്ച ഭാഷയാണെന്നും അതിനെ ഏതെങ്കിലും മതവുമായി കൂട്ടിക്കെട്ടേണ്ടതില്ലെന്നും സുപ്രീം കോടതി. മഹാരാഷ്ട്രയിലെ ഉറുദുവിലുള്ള സൂചനാ ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന ഹർജികൾ തള്ളിയാണ് കോടതിയുടെ നിരീക്ഷണം. ഹിന്ദിയെ ഹിന്ദുക്കളുടേതും ഉറുദുവിനെ മുസ്ലിങ്ങളുടേതും എന്ന നിലയിൽ കൊളോണിയൽ ശക്തികൾ വിഭജനത്തിനായി ഉപയോഗിച്ചിരുന്നുവെന്ന് കോടതി പറഞ്ഞു. വളരെ സുപ്രധാനമായൊരു നിരീക്ഷണമാണ് അത്. ടൈംസ് ഓഫ് ഇന്ത്യയും ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ലാംഗ്വേജ് ഷുഡിൻ ഡിവൈഡ് സൊസൈറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയും അത് ഒന്നാം പേജിൽ വളരെ വിശദമായി നൽകിയിട്ടുണ്ട്. മറ്റ് പത്രങ്ങളൊന്നും ഒരുപക്ഷെ അതും കൂടി ചേർത്തിരുന്നുവെങ്കിൽ ഈ കോടതിയും വഖഫും ഈ ഉറുദു ഭാഷയുമായി ബന്ധപ്പെട്ടത് വളരെ സമഗ്രമായി കൈകാര്യം ചെയ്തുവെന്ന് നമുക്ക് പറയാമായിരുന്നു. എന്തായാലും അതാണ് ഈ ഭാഷയും കോടതിയും മുനമ്പവും വഖഫുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട വിഷയം എല്ലാവരും ഇന്നലത്തെ പത്രങ്ങളിൽ വന്നത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. കെ രാഗേഷ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ആൾ. അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് CPM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി മാറിയത്. അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് IAS ഉദ്യോഗസ്ഥയായ ദിവ്യ എസ് അയ്യർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഇന്നലെ വലിയ രൂപത്തിൽ ചർച്ചയുണ്ടായി. ഏറ്റവും പ്രധാനം അവരൊരു IAS ഉദ്യോഗസ്ഥ എന്നുള്ളതിനപ്പുറത്ത് അത് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാവായ ശബരിനാഥൻ്റെ ഭാര്യയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് കോൺഗ്രസ്സുകാർക്ക് വളരെയധികം പൊള്ളലേൽപ്പിക്കുകയുണ്ടായി. ആ വാർത്ത പത്രങ്ങളിൽ, അതായത് ഞാൻ പറയാൻ വന്നത് പത്രങ്ങളൊക്കെ നന്നായി കൊടുത്തിട്ടുണ്ടത്. മാതൃഭൂമി ഏതാണ്ട് 8-ാം പേജിൽ വളരെ വിശദമായി നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല കേരളകൗമുദി 7-ാം പേജിലും ദേശാഭിമാനി 5-ാം പേജിലും മാധ്യമം 11-ാം പേജിലും ഒക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ മനോരമ അത് ആ വാർത്ത കണ്ടുപിടിക്കണമെങ്കിൽ ഉൾപേജിൽ എവിടെയെങ്കിലും തരേണ്ട അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു 15-ാം പേജിൽ ഏറ്റവും അപ്രധാനമായിട്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ ഒരു IAS ഉദ്യോഗസ്ഥയുമായി ബന്ധപ്പെട്ട് CPM-മായി ബന്ധപ്പെട്ട് ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലടക്കം ആ വിഷയം സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ദിവ്യയെ കല്ലെറിയുന്നവർക്ക് പുരുഷാധിപത്യ ചിന്ത എന്ന മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കോട്ട് ചെയ്തുകൊണ്ടാണ് മാതൃഭൂമി ആ വാർത്ത വളരെ വിശദമായി നൽകിയിട്ടുണ്ട്. വല്ലാതെ പതപ്പിക്കരുത് എന്ന് K മുരളീധരൻ, അതായത് അത് ദിവ്യ എസ് അയ്യരോടാണ് K മുരളീധരൻ്റെ പ്രസ്താവന. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ കോൺഗ്രസ്സുകാർ മുഴുവൻ ദിവ്യ എസ് അയ്യരുടെ വാളിലെല്ലാം കയറി വളരെ മോശമായി സൈബർ ബുള്ളിങ് നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ആ സൈബർ ബുള്ളിങ് കെ രാഗേഷിന് നേരെ ഉണ്ടാകുന്നു. കെ രാഗേഷ് അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ രൂപത്തിൽ വളരെ സമഗ്രമായിട്ട് മാതൃഭൂമി 8-ാം പേജിൽ നൽകിയിട്ടുണ്ട്. മറ്റു പത്രങ്ങളെല്ലാവരും കേരളകൗമുദി കുറച്ചും കൂടി വിശദമായി 7-ാം പേജിൽ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ്, ശബരിനാഥൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ശബരിനാഥൻ പറഞ്ഞതിനകത്ത് അത് മാതൃഭൂമിയുടെ ഹെഡിങ് അങ്ങനെയാണ്: ഇതെന്തൊരു ലോകമെന്ന് ദിവ്യ ചോദിക്കുന്നു. അതായത് ഈ ഇങ്ങനെ പോസ്റ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ മറുപടിയോടുള്ള ദിവ്യയുടെ പ്രതികരണമാണ് ഇതെന്തൊരു ലോകമെന്ന്. വീഴ്ചയുണ്ടായെന്ന് ശബരി, ആർക്ക്? ദിവ്യ അയ്യർക്ക് വീഴ്ചയുണ്ടായെന്ന് ശബരിനാഥൻ പറഞ്ഞതിനെയാണ് പറയുന്നത്. അത് കേരളകൗമുദി 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. നന്മയുള്ളവരെക്കുറിച്ച് പറയാൻ പ്രയാസം വേണ്ട, വീണ്ടും ദിവ്യ അയ്യർ പറയുന്നതിനെയാണ്. ശബരിനാഥൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ദിവ്യയ്ക്ക് വീഴ്ചയുണ്ടായെന്ന്. അങ്ങനെ 7-ാം പേജിൽ കേരളകൗമുദി ആ വാർത്ത വിശദമായി നൽകിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് മനോരമ അത് 15-ാം പേജിലേക്ക്, ഏറ്റവും ഉൾപേജിലേക്ക് മാറ്റുന്നു. ആ ഹെഡിങ് പോലും അത്ര ഷാർപ്പായൊരു ഹെഡിങ് അല്ല, വളരെ ചെറിയ ഹെഡിങ് ആയിട്ടാണ്. അത് പറയാനാണ് ഇത്രയും ഞാൻ വിശദീകരിച്ചത്. ദിവ്യയെ പിന്തുണച്ച് CPM, വിമർശിച്ച് കോൺഗ്രസ്. പറഞ്ഞതിൽ ഉറച്ച് ദിവ്യ. ഒരുപക്ഷെ ദിവ്യയെക്കുറിച്ചുള്ള വാർത്ത ആയതുകൊണ്ടോ കോൺഗ്രസ്സുകാരൊരു സൈബർ ബുള്ളിങ്ങിനും മുതിർന്നത് കൊണ്ടോ ആണോ എന്നറിയില്ല. എന്തായാലും മനോരമ അത് വളരെ ഉൾപേജിലേക്ക് കൊണ്ടുപോയി എന്നൊരു കാര്യം കൂടിയാണ് പറയാനുള്ളത്. ഇനി മറ്റ് പത്രങ്ങൾ കൈകാര്യം ചെയ്യാത്ത ചില പത്രങ്ങൾ കൈകാര്യം ചെയ്തത് പറഞ്ഞു പോകാം. അത് അവിടെയും കേരളകൗമുദി തന്നെയാണ്. കേരളകൗമുദി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ 1-ാം പേജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആരും കൊടുക്കാത്ത വാർത്തകൾ 1-ാം പേജിൽ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതാരും കൊടുക്കാത്തൊരു വാർത്തയല്ല, പക്ഷേ ഒരു കിട്ടിയ വാർത്തയെ അവരതിനെ ഡെവലപ്പ് ചെയ്താണ്. ഈ വാർത്ത എടുക്കാനൊരു കാരണം കൂടിയുണ്ട്. ഇത് ന്യൂസ് മലയാളമാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്. വാർത്ത ഇതാണ്: സ്ത്രീകളിലെ പ്രസവാനന്തര വിഷാദം. ഇത് ന്യൂസ് മലയാളം ഒരു പരമ്പരയായി ചെയ്തിരുന്നതാണ്. അതിന് അവാർഡൊക്കെ കിട്ടിയ വാർത്തയാണ്. അത് മാസങ്ങൾക്ക് മുമ്പാണ്. ഇതിപ്പോൾ ഈ വാർത്തയെ വരാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഭർത്തൃ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരു കൊല്ലം സ്വദേശിയാണ് ദിവ്യ ജോണി. നമ്മൾ ശ്രദ്ധിച്ചിരുന്നതാണ്. ദിവ്യ ജോണി അവരുടെ കുട്ടിയെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. അവർ പിന്നീടാണത് അവർക്ക് പ്രസവാനന്തര വിഷാദ രോഗമാണെന്ന് കണ്ടെത്തുകയും ചികിത്സ തേടുകയൊക്കെ ചെയ്തത്. അതിൻ്റെ വാർത്ത കേരളകൗമുദി കൊടുത്തുള്ള വാർത്ത 40% സ്ത്രീകളിൽ പ്രസവാനന്തര വിഷാദം ഉണ്ട് എന്നുള്ളതാണ്. അതായത് കേരളത്തിലാണ് 40% സ്ത്രീകൾ എന്നുള്ളതാണ് വാർത്ത. അതൊരു വലിയ വാർത്തയാണ്. ഈ വാർത്ത തന്നെയാണ് ന്യൂസ് മലയാളം ഏതാണ്ട് 40ഓളം എപ്പിസോഡുകളിൽ വളരെ വിശദമായി വലിയ പരമ്പരയായി ചെയ്തിരുന്നത്. ഒരു പക്ഷേ നമ്മളുടെ സ്ത്രീകൾക്ക് അറിയാത്തത്, നമ്മുടെ സമൂഹത്തിന് അറിയാത്തതുമായൊരു വിഷയമാണിത്. ഇതിനെ കുറച്ചും കൂടി വിശദമായി പറഞ്ഞാൽ അത് ഇംഗ്ലീഷ് വാക്ക് ഒരുപക്ഷെ ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ളതാണ് പ്രസവാനന്തര വിഷാദം. ചികിത്സ തേടുന്നത് 10% ആളുകൾ മാത്രമാണ്. അതായത് ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വശം. അതാണ് കേരളകൗമുദി 1-ാം പേജിൽ നൽകിയിട്ടുള്ള വാർത്ത. മറ്റൊരു വാർത്ത ദേശാഭിമാനിയുടെ 1-ാം പേജിൽ നിന്നാണ്. ദേശാഭിമാനിയുടെ 1-ാം പേജിൽ നൽകിയിട്ടുള്ള വാർത്ത അതിങ്ങനെയാണ്:
സ്കൂൾ തുറക്കാൻ പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം. കുട്ടികളുള്ളവർ, ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. കുട്ടി നന്നായി പഠിക്കുന്നുണ്ടോ അറിയാം. സഹിതം എന്നൊരു ആപ്പ് വരാൻ പോകുന്നുണ്ട്. ആ ആപ്പിൽ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ വിവരങ്ങളും വരാൻ പോകുന്നു. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പുതിയ പരിപാടിയാണ്. കുട്ടിയുടെ പഠന നിലവാരം അറിയാൻ സ്കൂൾ PTA മീറ്റിങ്ങിനൊന്നും പോകേണ്ട. കുട്ടിയുടെ സമഗ്ര പുരോഗതിയുടെ രേഖ, ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായുള്ള സഹിതം പോർട്ടൽ വഴിയാണ് അത് കിട്ടുന്നത്. ദേശാഭിമാനി സർക്കാർ വകുപ്പ് ആയതുകൊണ്ടായിരിക്കും എന്തായാലും അത് 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. അത് അറിയിപ്പാണ്. സ്കൂളൊക്കെ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു വാർത്തയാണെന്ന് വിചാരിക്കുന്നു. സഹിതം എന്നാണ് ആപ്പിൻ്റെ പേര്. എന്തായാലും അങ്ങനെ തന്നെയാണ്. ഇനി മറ്റൊന്ന് മാതൃഭൂമി മാത്രം നൽകിയിട്ടുള്ള മറ്റൊരു വാർത്തയാണ്. അതായത് CPI ചെലവ് ചുരുക്കാൻ പോകുന്നു. CPI എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സംസ്ഥാനം ഭരിക്കുന്ന രണ്ടാമത്തെ വലിയ പാർട്ടി. CPI ചെലവ് ചുരുക്കുന്നു. അതായത് CPIയുമായി ബന്ധപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്ന വാഹനത്തിന് കർശന നിയന്ത്രണമുണ്ട്. സംസ്ഥാന സെക്രട്ടറി അടക്കം യാത്ര തീവണ്ടിയിൽ, ട്രെയിനിലേക്ക് മാറ്റുന്നു. അതോടുകൂടി വലിയ രൂപത്തിൽ ചെലവ് കുറയ്ക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ചെലവ് ചുരുക്കലിൻ്റെ പേരിലും തർക്കമുണ്ട് എന്നുള്ളതാണ് ഈ വാർത്തയിൽ ഞാൻ കണ്ടൊരു കാര്യം. ചെലവ് ചുരുക്കലിൻ്റെ പേരിൽ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K. പ്രകാശ് ബാബുവിന് വാഹനം നിഷേധിക്കുന്നതായി പരാതിയുണ്ട്. സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ 2 കാറുകളും 2 മുറികളും ഒന്നും അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല എന്നാണ് പരാതി. എന്തായാലും CPI ചെലവ് ചുരുക്കും നല്ലതാണ്. സ്വന്തമായി ചെലവ് ചുരുക്കുമ്പോൾ സർക്കാരിനകത്ത് ചെലവ് ചുരുക്കാൻ കൂടി CPI പറഞ്ഞാൽ നന്നായിരിക്കും. അത് പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമായ കാര്യമായിരിക്കും എന്ന് തോന്നുന്നു. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളൊന്ന് മുനമ്പമാണ്. ഞാൻ ആദ്യം തുടങ്ങി വെച്ചു, പിന്നീടത് ഇപ്പോൾ പറയാൻ തീരുമാനിക്കുകയാണ്. അതായത് മുനമ്പ വിഷയം നമുക്കറിയാം. കഴിഞ്ഞ ദിവസം, ഇന്നലെ നമ്മൾ മുഴുവൻ ചർച്ച ചെയ്ത വിഷയമാണ്. പക്ഷേ ഇന്നലെയും ഇന്നും ആ വാർത്ത നിലനിൽക്കുന്നു എന്നുള്ളത് അത് കുറച്ചും കൂടി വിശദമായി പറഞ്ഞാൽ മാധ്യമം പത്രത്തിൻ്റെ 5-ാം പേജിൽ തന്നെ എടുത്തു പറയേണ്ടി വരും. മാധ്യമപത്രത്തിൻ്റെ 5-ാം പേജിൽ ആ വാർത്ത പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പ് ഒന്ന് അവസാനിപ്പിക്കുകയാണ്. അതായത് മുനമ്പം മുതലെടുപ്പിനിറങ്ങി മുഖം നഷ്ടപ്പെട്ട് BJP. അതും ന്യൂസ് മലയാളം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ വഖഫുമായി ബന്ധപ്പെട്ട മുനമ്പത്ത് വന്ന് മന്ത്രി കിരൺ റിജിജു ഈ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ ഏതാണ്ട് BJP അവരുടെ നിലപാടിൽ നിന്നും പിന്നോട്ട് പോകുന്നു. പാർലമെൻറ്റിൽ പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമായി, അതായത് ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമായി മന്ത്രിക്ക് മുനമ്പത്ത് നിന്ന് പറയേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ BJP വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്നു എന്ന രൂപത്തിൽ പത്രങ്ങളിലൊന്നും ആ വാർത്ത വളരെ വിശദമായി കണ്ടില്ല. മാധ്യമം 5-ാം പേജിലും ദേശാഭിമാനി 5-ാം പേജിലും മാത്രമാണ് ഈ വാർത്ത വളരെ വിശദമായി നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ മുനമ്പം വളരെ വിഷയമായി സജീവമായി നിൽക്കുമ്പോഴും അതിൽ BJPക്ക് പറ്റിയൊരു അബദ്ധമല്ല, ഒരു രാഷ്ട്രീയ പാളിച്ച എവിടെയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് മാധ്യമവും ദേശാഭിമാനിയും മാത്രമാണ്. മറ്റു പത്രങ്ങളൊന്നും ആ വാർത്ത കണ്ടില്ല എന്നുകൂടി പറയുന്നു. സേതു, അപ്പോൾ കഴിഞ്ഞു. ശരി, ഓക്കെ ശ്രീജിത്ത് ബാലകൃഷ്ണൻ, നമുക്കപ്പോൾ നാളെ കാണാം വീണ്ടും പ്രസ് സ്റ്റോപ്പിൽ. ബൈ.